ഈ ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾ ലഞ്ച് ബോക്സ് കാലിയാക്കിയിട്ട് വരും. ഉച്ചക്കത്തെ ചോറിനായാലും ദോശയായാലും ചപ്പാത്തിയായാലും എന്ത് കൊടുത്തിനും ഈ ഒരു സൈഡ് ഡിഷ് വീക്ക്ലി വൺസ് എങ്കിലും കൊടുക്കാൻ നോക്കുക. നല്ലോണം പ്രോട്ടീനും കൂടിയാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് കൂടുതൽ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഇടുക. കുറച്ച് എന്ത് ചെയ്യുക, നമ്മളെ സോയാ സോസും ഇട്ട് ഉപ്പും ഇട്ടിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കണം. അല്ലെങ്കിൽ വെള്ളം പോലും ആയിക്കഴിഞ്ഞാൽ കടല കോട്ട് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ മെല്ലണം മിക്സ് ചെയ്ത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ടിടുക. കാരണം ഇത് ഉപ്പ്, മഞ്ഞൾ, കട്ടൻ ചായ ഒഴിച്ച് വേവിച്ച കാബൂളി കടലയാണ്, അതായത് നമ്മളെ വലിയ കടലേ വെള്ളക്കടല, അതിലേക്ക് ഈ മിക്സിലേക്ക് എന്താ ചെയ്യുക, കുറച്ച് കറിവേപ്പില ഇട്ട് നേരത്തെ വേവിച്ച് വെച്ച ആ കടല ഇടുക. അതിന് മുന്നേ കുറച്ച് കോൺഫ്ലവർ പൊടി ഇടാൻ മറന്നുകൊണ്ടാ, നല്ലൊരു ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടൊന്ന് ക്രഞ്ച് ചെയ്യും. അങ്ങനെ ഈ ഒരു കടല ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വെച്ചാൽ നല്ലോണം കോട്ടാവട്ടെ. കുറച്ച് വേണമെങ്കിൽ വിനേഗിരിയോ അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ നീരോ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് പൊരിക്കുന്നതിലും പ്രശ്നമില്ല. അതാ പറഞ്ഞാൽ വിനേഗിരി വേണമെങ്കിൽ ഒഴിക്കുക എന്നുള്ളത്. അപ്പോൾ നല്ലോണം എല്ലാ ഭാഗത്തും എത്തുന്നവരെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് സാധാരണ കടലക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തത്, പക്ഷേ ഒരുപാട് സമയമൊന്നും വേണ്ട. ചീൻചട്ടിയിലാകുമ്പം കുറച്ചും കൂടി എണ്ണ വേണം. അതുകൊണ്ട് പാൻ ഫ്രൈ ആയിട്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ, കാരണം ചിലപ്പം എന്താ പറയുക, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് മറിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് എന്ന് എന്തായാലും നിങ്ങൾ എന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഈ പൊരിച്ചപ്പാട് തിന്നു കഴിഞ്ഞാൽ ഒരു ചമ്മിയ പോലെ ഉണ്ടാവും. കുറച്ച് നേരം അവിടെ വെച്ചാൽ നല്ല ക്രിസ്പ് കിട്ടും. കിടിലം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ കുട്ടികൾക്ക് എന്തായാലും ലഞ്ച് ബോക്സിൽ കൊടുത്തു വെച്ചോ, അവർക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഫ്രം ജുഗ്നു സ്പോട്ട്ലൈറ്റ്.